ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വർക്കിന് വേണ്ടി വന്നിട്ടുള്ള ഹുണ്ടായുടെ എലൈറ്റ് i20 ഡീസൽ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി നമ്മളൊരു 2-3 മാസം മുമ്പ് കൂളിംഗ് കോയിലൊക്കെ റീപ്ലേസ് ചെയ്ത വണ്ടിയാണ്. നല്ല ചില്ലായിട്ട് പോയ വണ്ടിയാണ്. പെട്ടെന്ന് ഒരു ദിവസം കംപ്ലൈൻറ്റ് ആയിട്ട് കസ്റ്റമർ വിളിച്ചു. രാത്രി വാഷ് ചെയ്തതിന് ഇറങ്ങിയതിന് ശേഷം വണ്ടിക്ക് ചൂടുകാറ്റാണ് വരുന്നത്, AC ഇട്ടതിന് ചൂടുകാറ്റാണ് വരുന്നത്. ഞാൻ ചോദിച്ചു വാഷിങ് കഴിഞ്ഞതിന് ശേഷമാണോ ചോദിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞു അതേ പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് കാര്യം ഏകദേശം മനസ്സിലായി. ഇതിൻ്റെ കംപ്ലൈൻറ്റ് വരുന്നത് ഫ്രണ്ട് ഭാഗത്താണ്. ഫ്രണ്ടിൽ ഇതിൻ്റെ ഒരു ഔട്ടർ ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. ആ സെൻസറിൽ എന്തെങ്കിലും ഡാമേജ് വരുമ്പോൾ ഇത്തരം കംപ്ലൈൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ബമ്പർ അയച്ചു നോക്കിയ സമയത്ത് തന്നെ നമുക്ക് സെൻസറിൻ്റെ വയർ കട്ടായി കിടക്കുന്നത് കാണാൻ പറ്റി. എലിയോ എന്തോ കടിച്ചതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിയിട്ട് പൊട്ടിയതാണ്. സാധാരണ ചിലപ്പോൾ ഈ കംപ്ലൈൻറ്റിന് വയറിങ്ങിൻ്റെ ഉള്ളിലൊക്കെ ഷോർട്ടായിട്ടും വരാറുണ്ട്. അത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് പുറത്തുനിന്ന് തന്നെ വയർ കട്ടായതൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ ലൂപ്പ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കണം. ഇനി അപ്പോൾ അതിന് മുന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അതിന് മേലെ നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ വയറിങ്ങിലൊക്കെ സെൻസറിൻ്റെ മേലെ വയറിങ്ങിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഷോർട്ടായിട്ട് ഉള്ളിലത്തെ ടെമ്പറേച്ചറിൽ മൈനസ് കാണിക്കും. അപ്പോൾ ഇതിൽ -40 ഡിഗ്രിയാണ് മീറ്ററിൽ കാണിക്കുന്നത്. -40 പുറത്ത് ടെമ്പറേച്ചർ കാണിക്കുന്ന സമയത്ത് ഓട്ടോ AC ഉള്ള വണ്ടികളിലാണ് ഇത്തരം സെൻസറുകൾ വരിക. അപ്പോൾ അങ്ങനത്തെ വണ്ടികളിൽ നമുക്ക് AC പിന്നെ ചൂടുകാറ്റാണ് വരിക. കാരണം വണ്ടി സെൻസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഭയങ്കര തണുപ്പാണ്. ഐസ് പിടിച്ചിരിക്കുന്ന പോലത്തെ തണുപ്പിൽ നമുക്ക് പിന്നെ ഉള്ളിൽ തണുപ്പ് തരില്ലല്ലോ വണ്ടികൾ. അങ്ങനെയാണത് സിസ്റ്റം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ വയറിങ് ഇനി നമ്മൾ ലൂപ്പ് ചെയ്തിട്ട് ഇപ്പോൾ കാണുന്ന ഭാഗങ്ങൾ ആദ്യം ലൂപ്പ് ചെയ്തതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ചെക്ക് ചെയ്യണം. അങ്ങനെ അവിടെ മാത്രമാണോ കംപ്ലയിൻറ്റ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഇത്തരം കേസിൽ ചിലപ്പോൾ വയറിങ്ങിൻ്റെ ഉള്ളിലൊക്കെ ഡാമേജുകൾ വരാറുണ്ട് ഷോർട്ടായിട്ടൊക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ലൂപ്പ് ചെയ്യാനുള്ള പരിപാടി നോക്കുകയാണ്. ലൂപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ചില സമയത്ത് ഫ്രണ്ട് ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്ന വണ്ടികളിൽ, റിപ്പയർ ചെയ്തിട്ട വണ്ടികളിൽ ഇത്തരം കേസുകൾ കാണാറുണ്ട്. പക്ഷേ ഈ ഭാഗം ചിലപ്പോൾ ഇത്ര നന്നായിട്ട് കാണാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഇടിച്ച് ചതങ്ങിയതിന് ശേഷമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും വയറിങ്ങൊക്കെ ലൂപ്പ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വെള്ളം ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ വെള്ളം ഒഴിക്കുന്ന സമയത്താണ് കൂടുതൽ, മഴയുള്ള സമയത്ത് വാഷിങ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഈ കംപ്ലയിൻറ്റ് കൂടുതലായി കണ്ടത്. അപ്പോൾ നമുക്കെന്തായാലും ഉള്ളിലോട്ട് പോയിട്ട് അതിൽ മീറ്ററിൽ എന്താണ് കാണിക്കുന്നത് നോക്കാം. മീറ്റർ മൈനസ് ആണെങ്കിൽ വീണ്ടും എവിടെയൊക്കെ ഷോർട്ട് ഉണ്ടെന്നുള്ളതാണ് അർത്ഥം. ഓക്കെ ഗൈസ്, മീറ്ററിൽ 29 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു നോർമൽ ടെമ്പറേച്ചർ വെള്ളം ഒഴിച്ചതിന് ശേഷം ആണ് 29 ഡിഗ്രി സെൽഷ്യസ് കാണിക്കുന്നത്. അത് അത്ര കുഴപ്പമുള്ള കാര്യമില്ല. പിന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, ചില്ലായി വരുന്നുണ്ട്. പിന്നെ പുറത്ത് മഴയോ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്കറിയാലോ ഓട്ടോമാറ്റിക്കായിട്ട് 24 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിട്ട് ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓവർ ചൂട് കാര്യങ്ങളൊന്നും വരില്ല. പക്ഷേ മൈനസ് ആവുന്ന സമയത്ത് AC ഒട്ടും വർക്കാവാതെ ഹൈ ഹീറ്റാണ് വരിക. അപ്പോൾ ഇത്തരം കംപ്ലൈൻറ്റുകൾ വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മീറ്ററിലാണ്. മീറ്ററിൽ ആ ഔട്ടർ ടെമ്പറേച്ചർ എത്രയാണ് മൈനസാണ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം പുറത്ത് ഈ സെൻസറാണ് കംപ്ലൈൻറ്റ് ഉള്ളത്. അപ്പോൾ എന്തായാലും വണ്ടി സെറ്റായി. അപ്പോൾ ഓട്ടോ AC ഉള്ള നിങ്ങളുടെ വണ്ടിയിൽ ഇത്തരം കംപ്ലയിൻറ്റ് കാണിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ മീറ്ററിൽ കാണിക്കുന്ന ഔട്ടർ ടെമ്പറേച്ചർ മൈനസ് ആണോ എന്ന് നോക്കണം. അപ്പോൾ എന്തായാലും വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി.